ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ക്യാരറ്റും സേമിയും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ എന്തായാലും ഓണമൊക്കെ ആവാറല്ലേ. അപ്പോൾ ഓണത്തിന് നമ്മൾ പല ടൈപ്പ് വെറൈറ്റി പായസം ട്രൈ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു കിടിലൻ ഐറ്റം തന്നെയാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എന്താ പറയുക, മുന്നിൽ സ്റ്റാറായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പായസത്തിലേക്ക് വേണ്ടുന്ന ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ക്യാരറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ, കാരണം നമ്മൾ ഇനിയും പായസത്തിൽ പിന്നീട് ചേർക്കും. ഇതിപ്പോൾ ചെറുതായിട്ട് ക്യാരറ്റിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മധുരം മാത്രം. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് വേണം. ഏകദേശം ഒരു 10-12 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓവറായിട്ട് അണ്ടിപ്പരിപ്പ് ചേർക്കണ്ട, അപ്പോൾ പായസം ഭയങ്കരമായിട്ട് തിക്കായി പോകും. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 5 ഏലക്കായ ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ അതിന് ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കോട്ടും. പിന്നെ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ക്യാരറ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ, ക്യാരറ്റ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതിയേ. എന്നിട്ട് ഇതാ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്, സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 3 വിസിൽ മതിയിട്ട്, അപ്പോഴത്തേക്കാണ് നന്നായിട്ട് വെന്തോളൂ. അതവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഉള്ള ചവ്വരി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ സാഗോ റൈസാണ് എടുത്തിട്ടുള്ളത്. സാഗോ റൈസ് അല്ലെങ്കിൽ സാബൂനരി, ചവ്വരി, അങ്ങനെ പല ടൈപ്പ്, ഓരോ നാട്ടിലും ഓരോ പേരല്ലേ പറയാം. അപ്പോൾ ഇത് ഇപ്പോൾ അരക്കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് എടുക്കുക, കയ്യിലുള്ളത് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സൈസിലുള്ളതാകുമ്പോൾ ഇതിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ, സേമിയത്തിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ മിക്സായിട്ട് കാണാൻ വേണ്ടിയിട്ടു. അപ്പോൾ ഇത് ഇടയ്ക്കിടെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക, നല്ലപോലെ വേവിച്ചെടുക്കുക. അറിയാലോ, ഈ ഒരു വൈറ്റ് കളറും മാറിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ടെക്സ്ചറിലാവുന്ന വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പയിൽ കൂടി ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു 2-3 തവണ പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണേ, ആ ഒരു കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു സൈഡിലേക്ക് ഞാൻ ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കട്ടെ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1.5-1.25 കപ്പോളം വെള്ളം ഉണ്ട് കേട്ടോ. ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തണുത്തതിന് ശേഷമാണ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ആ ഒരു ഏലക്കായ ഒന്നും മാറ്റണ്ട, മൊത്തത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയിൽ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് പായസം റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ RKGയോ മിൽമ നെയ്യോ അങ്ങനത്തെ ഏതെങ്കിലും എടുക്കുക കേട്ടോ, നല്ല ഫ്ലേവറുള്ള നോക്കിയിട്ട് തന്നെ എടുക്കണേ. അങ്ങനെ ഇതാ നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് അളവിൽ സേമിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ സേമിയ വറുത്തതാണെങ്കിലും വറുക്കാതായാലും ഏതായാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നെയ്യിലൊന്ന് ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ അതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ വറുത്ത സേമിയ ആണെങ്കിലും ഒന്ന് നെയ്യിൽ മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കട്ടെ. എല്ലാവർക്കും അറിയാമല്ലോ സേമിയ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പായസത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മൾ സാഗവും സേമിയയും ക്യാരറ്റ് മിക്സും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ സേമിയത്തിൻ്റെ അളവൊന്നും കൂടണ്ട കേട്ടോ. എല്ലാം ഞാൻ പറയുന്ന കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കണേ, എങ്കിൽ കറക്റ്റ് തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മുടെ സേമിയം കണ്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാഗോ റൈസില്ലേ, അത് ഞാനിതാ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേനു. അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സില്ലേ, അതും കൂടി മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 ലിറ്റർ പാലാണ് ഈ ഒരു പായസത്തിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. 4 കപ്പ് ഉണ്ടാവും. എൻ്റെ 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എല്ലാ മിക്സും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക്, ഞാനിപ്പോൾ 1 കപ്പ് നിറയെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക, എല്ലാം കൂടി ജോയിനായി വരണം നന്നായിട്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് മധുരം നോക്കുക എത്രത്തോളം വേണം, എന്നിട്ട് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പഞ്ചസാര ചേർത്താലും മതി. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാകുമ്പോൾ അറിയാമല്ലോ, ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ ഇനി വെള്ളമൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1.25 കപ്പോളം വെള്ളം ഉണ്ടായിന് ഇതിൽ. അതുകൊണ്ട് തന്നെ ഇനി എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ പായസത്തിലേക്ക് അറിയാമല്ലോ, ഓവർ വെള്ളം ഒഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഫുള്ളായിട്ട് പാലെടുത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല.
അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മധുരം ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ഒന്നങ്ങ് നന്നായിട്ട് എല്ലാം കൂടി തിളച്ച് വരണം. നല്ലപോലെ വെട്ടി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പായസം നോക്കി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കും. കുറച്ച് മതി കേട്ടോ, കാരണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളർ നോക്കി എന്ത് ഭംഗിയല്ലേ കാണാൻ. ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് കേട്ടോ, എല്ലാം കൂടി മിക്സ് ആയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കണ്ടില്ല, തിക്നെസ് കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഒന്നങ്ങ് തിളക്കുമ്പോൾ തന്നെ ആ സേമിയൊക്കെ നന്നായിട്ട് അങ്ങ് വെന്തോളും കേട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇനി എക്സ്ട്രാ ഏലക്കാപ്പൊടി ചേർക്കേണ്ട കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത് ഇട്ട ഏലക്കായ എന്ന് പറയുന്നത് ഈ പായസത്തിലേക്ക് കണക്കായിട്ടുള്ള ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇനി വേറെ ചേർക്കേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. ഇനി ഇതാ ഞാനൊരു പാനിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി, ഒന്നിനൊരു കറക്റ്റ് ഒരു അളവൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ ഷെയ്ഡ് മാറി വരുന്ന സമയത്ത് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സായി ഇതാ മുന്തിരി ഇതാ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ പായസം ഇല്ല, അതിലേക്ക് ചൂടോടെ തന്നെ നെയ്യോട് കൂടിയിട്ട് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ നമ്മളിത് സെർവ് ചെയ്യുള്ളൂ, ഒന്ന് സെറ്റ് ആകാൻ വെക്കുമല്ലോ. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരിയും കൂടി തിക്നെസ് കൂടി വരും. അതുകൊണ്ടാണ് കുറച്ച് ഓവർ തിക്കാവുന്നതിന് മുന്നേ തന്നെ ഓഫാക്കി വെക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തണം, കാരണം എൻ്റെ അളവായിരിക്കുമല്ലോ നിങ്ങൾക്ക് വരിക. അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് മാറ്റം വരുത്തുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സെർവ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇതാ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ഞാൻ ഇതാ സെർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു തിക്നെസ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഓവർ തിക്കായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ശരിക്കും ഇതിപ്പോൾ വീഡിയോയിൽ ശരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, കാരണം ചെറിയ വേരിയേഷൻ ഉണ്ടാവും ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ആ ഒരു ഭംഗിയുള്ള കളർ കൊണ്ട് തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. എന്താ പറയുക, ക്യാരറ്റ് സേമിയ പായസമെന്നോ അല്ലെങ്കിൽ സേമിയ പായസമെന്നോ എന്തോ നമുക്ക് പറയാം കേട്ടോ. പിന്നെ ഇത് പായസമായിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് സെർവ് ചെയ്യാൻ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാം. അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് പായസം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യട്ടെ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്